ഈ വെള്ളാപ്പള്ളിയുടെ വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം വെള്ളാപ്പള്ളിയുടെ വിഷയത്തിൽ ഉയർന്നിരുന്നു. അതിനുശേഷം CM മാത്രമല്ല CPM-ന്റെ ഭാഗത്തുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് വിദ്വേഷ പ്രസംഗം ആര് നടത്തിയാലും അത് തെറ്റാണ്. മലപ്പുറത്ത് നടത്തിയത് വിദ്വേഷ പ്രസംഗമാണ്. ഈ ജില്ലയെക്കുറിച്ചും ഈ ജില്ലയിലെ ഒരു സമുദായത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. അത് ഭൂരിപക്ഷ സമുദായം വിദ്വേഷ പ്രസംഗം നടത്തിയാലും ന്യൂനപക്ഷ സമുദായങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തിയാലും ഞങ്ങൾ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും. പക്ഷേ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഞങ്ങളെ വിസ്മയിപ്പിച്ചു. വിദ്വേഷ പ്രസംഗം നടത്തിയ ഒരാളെ ന്യായീകരിച്ച് അദ്ദേഹം മതേതരത്വത്തിൻ്റെ തലതൊട്ടപ്പനാണ് എന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ CPM-ന്റെ അധപ്പതനം എവിടെ വരെ എത്തി എന്ന് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കി. അപ്പോൾ BJP-യുടെ വഴിയിൽ കൂടിയാണ് CPM സഞ്ചരിക്കുന്നത്. BJP-യുടെ സഹയാത്രികനാണ് CPM. മുനമ്പം വിഷയം പരിഹരിക്കാതിരിക്കുന്നത് BJP-യുടെ അജണ്ട രണ്ട് സമുദായങ്ങളെ തമ്മിൽ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള കൊട പിടിച്ചു കൊടുക്കുകയാണ് CPM-ഉം ഗവൺമെൻറ്റും ചെയ്യുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും സഞ്ചരിക്കുന്നത് സഹയാത്രികരായി കൈകൾ കോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. അവർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ അല്ല ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഞങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തുന്നതും വിദ്വേഷ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഒരു സംശയക്കാര്യത്തില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. UDF-ന്റെ ഒക്കെ ഒരുക്കങ്ങൾ ഒപ്പം ഈ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നല്ലോ. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. ഞങ്ങൾ മുന്നൊരുക്കങ്ങൾ നന്നായിട്ട് നടത്തുന്നുണ്ട്. അവിടെ UDF സജ്ജമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ UDF നിലമ്പൂർ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കും. PV അൻവർ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. സംശയം എന്താ? അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളതിന് അങ്ങയുടെ പിന്തുണ വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് വേണം. ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നിട്ടുമുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും സഹയാത്രികനായി. സംശയം എന്താ? അല്ല, അതൊക്കെ മുന്നണി തീരുമാനിക്കേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ചർച്ച ചെയ്യും. അതേ ഇപ്പോൾ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സഹയാത്രികനായി ഞങ്ങളുടെ കൂടെയുണ്ട്. അല്ല, തീർച്ചയായും അദ്ദേഹം അവിടെ MLA ആയിരുന്ന ഒരാളല്ലേ. അദ്ദേഹം രാജിവെച്ചിട്ടല്ലേ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പിന്തുണ UDF-ന് പ്രയോജനം ചെയ്യും. സംശയമില്ല. അതല്ല, അതൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. കോൺഗ്രസോ UDF-ഓ ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും അദ്ദേഹം പിന്തുണ കൊടുക്കും എന്ന് അദ്ദേഹം അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞല്ലോ. അന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞു. അത് പറഞ്ഞു. അത് ഞങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെയും കൂടി അറിയിച്ചിട്ട്, നിങ്ങൾക്കറിയാമല്ലോ UDF ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമൊക്കെ എപ്പോഴാണെന്ന്. അതൊക്കെ കൃത്യമായ സമയത്ത് പ്രഖ്യാപിക്കും. ഞങ്ങൾ വേറെ ഒരുപാട് കാര്യം പറഞ്ഞു. അത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വേറെ പറഞ്ഞു. ഞങ്ങൾ 3-4 പേര് ഒരുമിച്ചിരുന്ന കാര്യം വന്ന് ഞാൻ ഇവിടെ വന്ന് പറയുന്നത് ശരിയാണത്. ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ഭയങ്കര രഹസ്യങ്ങളൊക്കെ പറഞ്ഞില്ല. അല്ല, അതൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ കൂടെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. നിലമ്പൂർ ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ ഞങ്ങൾ സംസാരിക്കില്ലേ? നമ്മൾ അവിടെ സംസാരിക്കുന്ന കാര്യം വന്ന് ഇവിടെ പറയാമോ? മോശമല്ലേ? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ ഞങ്ങൾ ചർച്ചയിലേക്ക് കടക്കുവാണ്. ഞങ്ങൾ ചർച്ച ചെയ്യും. ഉചിതമായ തീരുമാനം എടുക്കും. നല്ല സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവും. എല്ലാവരും ചേർന്നിട്ട് ഒരു സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കും. ആ കാര്യത്തിലൊന്നും അതിനൊക്കെയുള്ള സംവിധാനങ്ങളെല്ലാം UDF-നും കോൺഗ്രസിനും ഉണ്ട്. അല്ല, ഞങ്ങൾ അവരെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ല തീരുമാനിക്കണത്. ഞങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ഒന്നിലധികം ആളുകൾ ഞങ്ങൾക്കുണ്ട്. അവിടെ മത്സരിക്കാൻ പറ്റിയ ആളുകൾ ഒന്നിലധികം പേര് ഞങ്ങൾക്കുണ്ട്. നല്ലതാണ്. അതിൽ ഞങ്ങൾ സാഹചര്യങ്ങളും മറ്റും നോക്കിയിട്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അവരെ ആരെ വേണമെങ്കിലും വെച്ചോട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അതാണല്ലേ. അയ്യോ, പാലക്കാട് ഒരു അനുഭവം ഉണ്ടായിട്ടും പഠിച്ചില്ല എന്ന് മനസ്സിലായി. പഠിക്കരുത്. അതങ്ങനെ തന്നെ വേണം. പാലക്കാട് എടുത്ത തീരുമാനം പോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കിട്ടുമെങ്കിൽ അനുഭവിച്ചല്ലേ അവിടെ എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയിട്ട് ദയനീയമായ 3-ാം സ്ഥാനത്തേക്ക് തലയും കുത്തി വീണത് കണ്ടതല്ലേ നിങ്ങൾ? അല്ല, അത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ കൈ കോർത്ത് പിടിച്ചിട്ട് BJP-യും CPM കൂടി ഒരുമിച്ച് പോകുന്നത്. രണ്ടുപേരുടെ ഒറ്റ അജണ്ടയാണ്. BJP-യുടെ അജണ്ടയാണ് ഇവിടെ നടപ്പാക്കാൻ നോക്കിയത്. ആ BJP-യുടെ അജണ്ടയ്ക്ക് എല്ലാ പിന്തുണയും കേരളത്തിലെ മുഖ്യമന്ത്രി കൊടുക്കുക. നിങ്ങളെങ്ങനെ? ഞാൻ പറഞ്ഞത് കൈ കോർത്ത് പിടിച്ച്
പ്രണയമൊക്കെ ആയിട്ട് നടന്നു പോകുന്നില്ലേ വഴികളിൽ കൂടി? അങ്ങനെ നോക്കിയാൽ മതി BJP CPM കൂടി.